കാര്യം മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉസ്താദ് ഇടയ്ക്കൊക്കെ ന്യൂസൊക്കെ കാണുന്നത് നല്ലതാണ്. ബൈ. അങ്ങനെ അങ്ങോട്ട് പോവല്ലേ. ന്യൂസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുട്ടിക്ക്. നമുക്ക് ഓവർ കോൺഫിഡൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇത്തിരി വിവരവും കുറച്ച് വിദ്യാഭ്യാസവും വേണം കേട്ടോ. ഇരിക്കട്ടെ, കുട്ടി പോവല്ലേ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനിലണ്ണൻ, അനിലണ്ണൻ്റെ കാര്യം ഭയങ്കര കൊമേഡിയാണ്. ഈ വളിച്ച ചിരിക്ക് ഒരു പര്യായപദമുണ്ടോ? അനിലണ്ണൻ എന്നാണ് ഞങ്ങളൊക്കെ നാട്ടിൽ പറയുക. ഒരുപാട് വിവരക്കേടുകൾ നിറഞ്ഞ ഒരു വീഡിയോയുമായി നമ്മുടെ പ്രിയപ്പെട്ട അനിലണ്ണൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനിലണ്ണനും ഇപ്പോൾ വന്ന കുഞ്ഞണ്ണനും ശരിക്ക് കേൾക്കണം കേട്ടോ, ശരിക്ക് കേട്ട് മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചു പോയ ആളുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിന്ന് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ ഒരു വെള്ളാപ്പള്ളി മുസ്ലിയാർ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി മുസ്ലിയാർ അല്ലേ? എനിക്ക് പുതിയ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും സംഗതി കൊള്ളാം അണ്ണ. ഇവിടുത്തെ വിഷയം എന്താണെന്ന് അണ്ണന് മനസ്സിലായിട്ടില്ല. അള്ളാഹു എന്നതിന് പകരം ദൈവത്തിൻ്റെ പേരിൽ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്നൊന്നും അല്ല അണ്ണ ഞാൻ ഈ പറഞ്ഞത്. അണ്ണനും മനസ്സിലായിട്ടില്ല. അണ്ണൻ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അണ്ണനും കുഞ്ഞണ്ണനും മനസ്സിലാക്കണം. അതായത് അള്ളാഹു എന്ന് 2011 പറയാൻ പറ്റിയിടത്ത് നിന്ന് 2026 ആയപ്പോൾ ദൈവനാമത്തിൽ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. അല്ലാതെ ദൈവം എന്ന് പറയാൻ പറ്റുമോ, അള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ, ഇതൊന്നുമല്ല ചർച്ച. എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പച്ചത്തെറി. എനിക്ക് വന്ന കോൾസിനും മെസ്സേജസിനും കയ്യും കണക്കൂല. എത്ര തെറിവിളികളാണ്. നമുക്ക് രാഷ്ട്രീയമായൊരു ബോധം കൃത്യമായിട്ട് വേണ്ടേ? രാഷ്ട്രീയ അടിമകളാകരുതല്ലോ. പേരിൽ മുസ്ലിം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഈ മുസ്ലിമിൻ്റെ സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരായിട്ട് നമ്മൾ മാറണത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം? അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ വലിയ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെയാണ് കുറേ ആളുകൾ പറയണത്. അങ്ങനെ കുഴപ്പങ്ങളുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 3rd ഷെഡ്യൂൾ പ്രകാരം സത്യപ്രതിജ്ഞാ വാചകങ്ങൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കാണാം, സ്വേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞതിന് കൃത്യമായ വിശദീകരണമുണ്ട്. ഗോഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രോഡ് കാറ്റഗറി ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് എൻറ്റയർലി ഫ്രീ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ് ഗോഡ് വിത്ത് ദ സ്പെസിഫിക് നെയിം ഓഫ് ദ ഡൈറ്റി ഓഫ് വർഷിപ്പ് സച്ച് ആസ് അല്ലാഹ്, ഈശ്വർ ഓ യഹോവ ബേസ്ഡ് ഓൺ ദിയർ റിലീജിയസ് ഫെയ്ത്ത്. അപ്പോൾ ദൈവനാമത്തിൽ എന്ന് ഭരണഘടനയിൽ പറഞ്ഞ ആ വാക്കിനെ ഓരോരുത്തർ വിശ്വസിക്കുന്ന ഡയറ്റി ഏതാണോ, ഓരോരുത്തരും ആരാധിക്കുന്ന ദൈവം ഏതാണ് എന്ന നിലക്ക് അവർക്ക് ആ ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. 3 എണ്ണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്: അല്ലാഹ്, ഈശ്വർ, യഹോവ. ഈ 3 പേരിൽ എന്തു ചെയ്യാം? ആ വിഭാഗത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ഇതിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ അല്ലാഹ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പേരിലൊക്കെ കേസുകൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ചില കേസുകളുണ്ട്. അതിൻ്റെയും വിശദീകരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 2010 ജാർഖണ്ഡ് ഗവർണറായി സയ്യിദ് അഹമ്മദ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ലാഹ് കെ നാം പർ, ദൈവനാമം, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇതിനെതിരെ ഒരു മനുഷ്യൻ ഹർജി കൊടുത്തു. അങ്ങനെ ഹർജി കൊടുത്ത സമയത്ത് കോടതി പറഞ്ഞത് എന്താണ്? ഷെയിംഫുൾ പെറ്റീഷൻ, ഇത് നാണം കെട്ട പരാതിയാണെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ കോടതിയും അന്ന് എതിർത്തിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഇത് ഷെയിംഫുൾ പെറ്റീഷൻ, നാണം കെട്ട ഒരു പരാതിയാണെന്നാണ് കോടതി ഇതിനെ പറഞ്ഞത്. ഇനി കേരള ഹൈക്കോടതി 2003 വിധികൾ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ പെർസെപ്ഷൻ ഓഫ് ഗോഡ്, അവിടെ വ്യക്തിപരമായ ദൈവസങ്കല്പത്തെ അവിടെ പറയാമെന്ന് തന്നെയാണ് 2003 കേരള ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമതായ ഒരു കാര്യം, ഇങ്ങനെ പറയുന്നതിനെതിരെ, അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നതിനെതിരെ, അല്ലെങ്കിൽ ഈശ്വര നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പാർലമെൻറ്റോ ഒരു സർക്കുലറോ ഒരു വിലക്കോ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഇവിടെ നൽകിയിട്ടില്ല. പിന്നെന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാമെന്നാണ് കോടതി പഠിപ്പിക്കുന്നത്. ശരി, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടിയുണ്ടല്ലോ, ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്നില്ലേ? ആ കുട്ടി പറയട്ടെ, പാവമാണ്, എന്തൊക്കെയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ തലവനായിട്ട് വന്നതാണ്, വാട്സപ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ സത്യമാണെന്ന് എഴുതിയിട്ടെ. കുട്ടി പറയട്ടെ, നമുക്കൊന്ന് കേൾക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുള്ള ചില ആളുകൾ അയ്യപ്പന്റെ നാമത്തിലും ശ്രീ പത്മനാഭന്റെ നാമത്തിലും സഖാവ് കൃഷ്ണപിള്ളയുടെ പേരൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ ഓർക്കുന്നില്ലേ? അതിനെതിരെ ചില ആളുകൾ നിയമ പോരാട്ടം നടത്തുകയും കോടതി അതിൽ ഇടപെടുകയും കോടതി വിധി വരികയും ചെയ്തു. കോടതി പറഞ്ഞത് ഭരണഘടനയും നിയമവും അനുസരിച്ച് 2 രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. 1, ദൈവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാം. 2, സഗൗരവം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ കുട്ടിക്ക് കോടതി വിധി എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. കോടതി വിലക്കിയിട്ടുള്ളത് നേതാക്കളുടെ
പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സംഘടനയുടെ ഈ പേരുകളിലൊന്നും സത്യം ചെയ്യാൻ പാടില്ല. മാത്രമല്ല 2003 പരവൂര് നടന്നൊരു കേസുണ്ട്. അതിൽ കൗൺസിലറായിരുന്ന സുരേഷ് കുമാർ അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കോടതി കൃത്യമായി അവിടെ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ, ഹനുമാൻ സ്വാമി എന്ന് മാത്രമല്ല പ്രത്യേകമായ മൂർത്തികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂല. ഓരോരുത്തരും ഇപ്പോൾ ഹൈന്ദവരിൽ ഒരുപാട് മൂർത്തികളുണ്ട്. ഹനുമാനെ ആരാധിക്കുന്നവരുണ്ട്, അയ്യപ്പനെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരം ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, പല മൂർത്തികളെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഹൈന്ദവരോട് പറഞ്ഞത് നിങ്ങളങ്ങനെ വ്യത്യസ്ത മൂർത്തികളുടെ പേര് പറയാൻ പാടില്ല, ഈശ്വരനാമത്തിൽ എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ഈശ്വരന്മാരാണല്ലോ. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു മൂർത്തിയില്ല, ഓൺലി അല്ല, അങ്ങനെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, ഹൈന്ദവർക്ക് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, അപ്പുറത്ത് യഹോവയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഇതിലൊന്നും ഒരു പ്രശ്നമില്ലാന്നേ. അപ്പോൾ കുട്ടി മനസ്സിലാക്കിയത് പത്മനാഭൻ്റെ പേരിലും മറ്റു പല പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെ കോടതി റദ്ദ് ചെയ്തത് ഭരണഘടനാപരമായ 3-ാം സ്കെഡ്യൂളിന് എതിരായതുകൊണ്ടാണ്. 3-ാം സ്കെഡ്യൂളിനകത്താണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ഒന്ന് പഠിച്ചതീരുന്ന വിഷയമുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരികയാണെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ വരികയാണെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് ചെയ്തു തരാം, ഫ്രീ ആണ്. ഞാൻ കാര്യങ്ങളും പഠിപ്പിച്ചു തരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇന്ത്യൻ ഭരണഘടന പല ഭാഷകളിലേക്കും ഔദ്യോഗികമായി തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ സ്വേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന ഭാഗത്ത് അല്ലാഹ് കി കസം എന്നാണുള്ളത്, അല്ലാഹ് കി കസം എന്നാണുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ലാന്നേ. പിന്നെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഈ തർക്കം ഉണ്ടായതുകൊണ്ട് മാത്രം കേട്ടോ. അതായത് ഇവിടുത്തെ വിഷയം ഞാൻ ഇന്നലെ പ്രതിപാദിച്ചത് ഇതൊന്നും അല്ല. അള്ളാഹിൻ്റെ പേരിൽ പറയുന്നതിന് പകരം ഗോഡെന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും അല്ലല്ലോ എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഇതൊന്നും അല്ല. എൻ്റെ വിഷയം ഇതൊന്നും അല്ല 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 ശരിക്കും ബുദ്ധി കൊണ്ട് കേൾക്കുന്ന മനുഷ്യന് മനസ്സിലാവും. എന്താണത് ഞാൻ പറഞ്ഞത്? 2011 തൊപ്പി ധരിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിടത്ത് നിന്ന് 2026 ആയപ്പോഴേക്ക് അതിൽ നിന്ന് മാറിയതിൻ്റെ സാഹചര്യം എന്താണ്? അതിൻ്റെ റീസൺ എന്താണ്? പേടിയാണോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയേണ്ടതിന് പകരം അവിടെ കിടന്ന് വാക്കുകൾക്കിടയിലുള്ള തർക്കങ്ങളും പച്ചത്തെറിവിളികളും വളരെ മോശമാണ് കേട്ടോ. നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, ആ ബോധ്യം നമുക്കുണ്ടാകണ്ടേ. ഇതിപ്പോൾ സംഘികളും ഈ ഞാനിട്ട വീഡിയോയുടെ ഇടയിൽ വന്ന് സംഘികളും ലീഗാരുമാണ് പച്ചത്തെറി വിളിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ ഒന്നിച്ചല്ലോ മക്കളെ. ഇനി അനിലണ്ണൻ്റെ കോമഡികളുണ്ട്. അനിലണ്ണൻ ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ പുള്ളിക്കൊക്കെ PhD ഉണ്ടെന്ന് പറയുന്നുണ്ട്. സംതിങ് ഫിഷി ഇരിക്കട്ടെ. എങ്ങനെയാണോ വല്ലഹാരം എന്ന് പറയുന്ന നോക്ക്. മൊയിലാരുട്ടി 2011 ഇന്ത്യ അല്ല, 2025 അപ്പോൾ പിന്നെ കുഴപ്പമില്ല. 2011 UPA ഗവൺമെൻറ്റാണ് ഭരിച്ചത്, ഇപ്പം ഭരിക്കുന്നത് BJP ആണ്. അപ്പം നമ്മൾ ഇത്തിരി നട്ടലിലൊക്കെ വളച്ചിങ്ങനെ താന്നും തഴുകിയൊക്കെ നിൽക്കണം. അത് ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ. അതെങ്ങനെ പറ്റുക? അത് അന്തസ്സുള്ളവർക്ക് പറ്റും അങ്ങനെ നിൽക്കാനായിട്ട്. ഈ സമയത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നിടത്ത് നിന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ നട്ടല് നിവർത്തി അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് മാന്യമായി എല്ലാ മതവിഭാഗങ്ങളെയും ഒത്തൊരുമിച്ച് പരിഗണിച്ച് ആ മതേതര ബോധ്യം എന്താണെന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ മതമാണ് 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 പ്രശ്നമെന്ന് വെറുതെ പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യം സഹോദര? ഇതേ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പുള്ളി എൻ്റെ ഗ്രാമറിക്കൽ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെ ശുദ്ധ വിവരക്കേടാണ്. ഒന്ന് കേട്ടോക്കിയേ. ഈ ഗോഡ് എന്ന് പറയുന്നത് ഒന്നും സംഭവിക്കില്ല സാറേ. നമ്മളിപ്പോൾ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഇംഗ്ലീഷ് ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പീസ് ബി അപ്പോൺ ഹിം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ. അതിനെ കുറച്ചുകൂടി ഒരു അങ്ങ് വ്യാഖ്യാനിച്ചാൽ മുസ്ലിയായി ബുദ്ധി വ്യാഖ്യാനിച്ചാൽ അവൻ യൂട്യൂബിൽ നിന്നാണ് തോന്നുന്നു PhD കിട്ടിയത്. ഇതിൽ ഗോഡ് എന്ന് നമ്മൾ പ്രയോഗിച്ചു, കഴിഞ്ഞ മുമ്പ് എപ്പോഴും അള്ളാന്ന് പ്രയോഗിച്ചു. അപ്പോൾ അതിനെയൊക്കെ പുള്ളി അത് സമീകരിക്കുകയാണ്, ഒന്നാണെന്ന് പറയുകയാണ്. അതായത് മുഹമ്മദ്, പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. എൻ്റെ പൊന്നി അങ്ങായി, അവിടെ പ്രോഫറ്റ് മുഹമ്മദ് എന്ന് തന്നെയാണ്. മുഹമ്മദിന് എന്നുള്ള പേര് മാറ്റിയിട്ടില്ല. ശേഷം എന്താണ് പറയുന്നത് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. മുഹമ്മദ് എന്ന പേര് മാറ്റിയിട്ടില്ല. പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ അർത്ഥമാണ് അവിടെ ഹിം ഉള്ളത്. അതൊന്നും ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഞാൻ അതിൻ്റെ സംഗതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഹിം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് അതാ ലാംഗ്വേജിൻ്റെ ഭംഗിയാണ്. അവിടെ നിങ്ങൾ അവൻ്റെ എന്ന് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഈമാനില്ലായ്മയും ആ മോശം ചിന്താഗതിയും മാത്രമാണ്. ഒരു മുസ്ലിം അവൻ്റെ എന്ന് പ്രയോഗിക്കൂലല്ലോ റസൂലുള്ളാഹിനെ കുറിച്ച്. പീസ് ബി അപ്പോൺ ഹിം, അവിടുത്തെ മേൽ അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ. ഇതൊരു മുസ്ലിമിൻ്റെ ചിന്തയാണ്. അങ്ങനെ അല്ലാതെ വരുന്നത് നിങ്ങളുടെ പ്രോബ്ലമാണ്, അല്ലാതെ ലാംഗ്വേജിൻ്റെ പ്രശ്നമല്ല. മനസ്സിലായോ? അത് അറബി ഭാഷയിലുണ്ട്, മലയാളത്തിലും അങ്ങനെ ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കൽബിൽ നിന്ന് വരേണ്ട സംഗതിയാണ്. ഇവിടുത്തെ വിഷയം അതൊന്നും അല്ലല്ലോ. അള്ളാനെ ഇവിടെ മാറ്റിയിട്ടില്ല. ഞാനതൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. ഈ സംഗതിയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. 2011
അള്ളാ എന്ന് പറഞ്ഞ ആളുകൾക്ക് 2026 ആയപ്പോൾ മാറ്റേണ്ട സാഹചര്യം എന്താണ്? നിയമപരമായിട്ട് അങ്ങനെ മാറ്റണമെന്നൊരു സർക്കുലർ ഉണ്ടോ? പാർലമെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടോ? കോടതിയിൽ നിന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞോ? ആ കൃത്യമായിട്ടൊരു സംഗതി കാണിച്ചതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ നിയമസംഹിതകൾക്ക് എതിരായിട്ടാണ് ഒരു സംഗതി ഉള്ളതെങ്കിൽ നിങ്ങളത് കാണിച്ചു തരൂ, ഞാൻ തയ്യാറാണ് ഇത് പിൻവലിക്കാനായിട്ട്. ഇതങ്ങനല്ലാതെ വെറുതെ കിടന്ന് തർക്കിച്ചിട്ട് എന്താണ് കാര്യം? ഇനിയിപ്പോൾ മന്ത്രിസഭയും രൂപീകരിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ എത്രമേൽ പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ട പാണക്കാട് സാദിഖലി തങ്ങളൊക്കെ. ഒരിക്കലും ഞാനൊരു ലീഗ് വിരോധിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വിരോധിയല്ല. സംഘികൾക്കെതിരെ മാത്രമാണ് കൃത്യമായി നിലപാടുള്ളത്. ബാക്കിയുള്ളതൊക്കെ തെറ്റും ശരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം ഇന്നലെ മിനിയാന്ന് പാണക്കാട് തങ്ങൾക്ക് അനുകൂലമായിട്ടൊരു പ്രസംഗം നടത്തി. എന്തെല്ലാം കയ്യടികളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമ്മ്യൂണിസ്റ്റുകാർ ചീത്ത വിളിക്കാൻ വരും. ഇന്നിപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ചില സ്ഖലിതങ്ങളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പച്ചത്തെറി വിളിക്കാൻ. അപ്പോൾ നിങ്ങൾ വിളിച്ചോ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കേട്ടോ. പിന്നെ മുസ്ലിയാക്കന്മാർ പള്ളിയിലിരിക്കണം, ഒക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ അവർ ഏത് ജോലി ചെയ്താലും ഏത് ഹിദമത്ത് ചെയ്താലും അവർക്ക് രാഷ്ട്രീയം പറയാനുള്ള കൃത്യമായ അവകാശം ഭരണഘടന ഇവിടെ നൽകുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു സംഖ്യകൾ തമ്മിൽ എന്താണോ വ്യത്യാസം? കൃത്യമായിട്ട് ദീൻ പറയും. അതായത് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ കൃത്യമായി രാഷ്ട്രീയം പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയേണ്ട നിലക്ക് തന്നെ പറയും. ഓക്കെ, അപ്പോൾ അനിലണ്ണനും കുഞ്ഞണ്ണനും ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ഇറങ്ങ്. PhD വ്യാജമാണോ നമ്മളൊന്ന് പരിശോധിക്കണോ? എന്തായാലും അള്ളാഹു എല്ലാവർക്കും ബോധം തരട്ടെ.